മിഥുൻ, ലോകം കാത്തിരുന്ന നിമിഷമായിരുന്നു. ഏതാണ്ട് 17 കൊല്ലം കാത്തിരുന്നിട്ടാണ് നമുക്ക് 2020-ൽ മറ്റൊരു ലോകകപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. രോഹിത്തും കൂട്ടരും ആ സ്വപ്ന നേട്ടത്തിനൊടുവിൽ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയ സ്വീകരണം ഡൽഹിയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതിനുശേഷം മുംബൈയിൽ എത്തുകയാണ്. തുറന്ന വാഹനത്തിൽ താരങ്ങൾ കപ്പുമായി എത്തുന്നത് കാത്തിരിക്കുകയാണ് ആരാധക ലോകം. ആരാധക വൃന്ദം, അപ്പോൾ എങ്ങനെയാണ്, എത്ര വലിയ ഒരു സ്വീകരണമാണ് മുംബൈയിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇന്ത്യയുടെ അഭിമാന താരങ്ങളുടെ കടന്നുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകർ. അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ താരങ്ങളെല്ലാം തന്നെ മുംബൈയിലേക്ക് എത്തും. അതിനുശേഷം നരിമാൻ പോയിന്റിൽ നിന്ന് 5 മണിയോട് കൂടിയാണ് ഈ ഒരു റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. പക്ഷേ 1 മണിക്കൂറിലധികം സമയമെടുക്കും. ഈ തുറന്ന വാഹനത്തിൽ വലിയ ആരവങ്ങളോടുകൂടി ഈ ആരാധകരെയും ഒപ്പം തന്നെ മറ്റ് ജനങ്ങളുടെയും ഒക്കെ തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനം മുന്നോട്ട് പോകുന്നത് വലിയ ശ്രമകരമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുംബൈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സിറ്റി കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ താരങ്ങളെ, അഭിമാന താരങ്ങളെ കാത്തു തന്നെയാണ് ആരാധകരുള്ളത്. നേരത്തെ മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ മുംബൈയുടെ പല കോണുകളിലും വലിയ രീതിയിൽ ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ ഡൽഹിയിലേക്ക് താരങ്ങൾ എത്തിയപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ അല്പസമയത്തിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് ഓരോ താരങ്ങളും ആ കപ്പ് നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഒപ്പം തന്നെ അവരെ കാണുമ്പോൾ ആരാധകർ ആർപ്പുവിളിയോടുകൂടി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇതിനു മുമ്പ് 2007-ലായിരുന്നു, ഏകദേശം 17 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് BCCക്ക് പോലും ഈ ടീമിനെ 2020 ലോകകപ്പിന്റെ പ്രഥമ 2020 ലോകകപ്പിന് അയക്കണോ എന്നുള്ളൊരു ആശയക്കുറിപ്പൊക്കെ അന്ന് BCCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു ക്യാപ്റ്റനെ ചുമതല ഏൽപ്പിച്ച് MS ധോണി എന്ന പുതിയ ക്യാപ്റ്റന് മുകളിൽ ഒരു ടീമിനെ വാർത്തെടുത്തുകൊണ്ട് ഒരു 2ാം നിര ടീമിനെ ആയിരുന്നു അന്ന് അവിടേക്ക് ദക്ഷിണാഫ്രിക്കയിൽ അയച്ചത്. പക്ഷേ അപ്രതീക്ഷിതമല്ലായിരുന്നു. പൊരുതി ആ കപ്പ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ BCCI അന്ന് ആദ്യം എടുത്ത നിലപാട് അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്ന് കണ്ട പ്രകടനങ്ങൾ. അത് ഓരോ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത്രയും വീറോടെയും വാശിയോടും കൂടിയായിരുന്നു അന്ന് MS ധോണിയും സംഘവും അന്ന് ദക്ഷിണാഫ്രിക്കയിൽ അരങ്ങുവാഴുകയും ചെയ്തു. അതിനുശേഷം പ്രഥമ T20 ലോകകപ്പും പൊക്കിയാണ് താരങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അത്രയും വർണ്ണാഭമായ ഒരു സ്വീകരണം ഇതിനു മുമ്പ് ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു അന്ന് കൊണ്ടാടുകയും ചെയ്ത നാട് മുഴുവൻ, മുംബൈ നഗരം മുഴുവൻ അത്രയും രീതിയിൽ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളായിരുന്നു. ആ തുറന്ന വാഹനത്തിൽ അന്ന് നമ്മുടെ അഭിമാനമായി മാറിയ, മലയാളത്തിന്റെ അഭിമാനമായ S ശ്രീശാന്ത് ആ ടീമിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും 17 വർഷങ്ങൾക്കിപ്പുറം സഞ്ജു സാംസണിലൂടെ ഒരു മലയാളിയുടെ ഒരു സാന്നിധ്യം കൂടി ആ ഒരു കപ്പിന്റെ മാറ്റുകൂട്ടുന്നതിൽ നമുക്ക് മലയാളികൾക്കും കൂടുതൽ അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ താരങ്ങളെത്തും. തുറന്ന വാഹനത്തിൽ ഈ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരാധകരുടെ എല്ലാ ആർപ്പുവിളികളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ സ്വീകരിക്കുകയാണ് തങ്ങളുടെ അഭിമാന താരങ്ങളെ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു താരങ്ങൾ എത്തിയിരുന്നെങ്കിൽ പോലും തന്നെ ബാർബഡോസിലുണ്ടായ ചില ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അവർക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഡൽഹിയിലേക്ക് താരങ്ങൾ എത്തുന്നത്. വർണ്ണാഭമായ സ്വീകരണമായിരുന്നു അവിടെയും ആരാധകർ ഒരുക്കുകയും ചെയ്യുന്നത്. പിന്നീട് അല്പസമയം അവർ ഹോട്ടലിൽ താമസിച്ചു. അതിനുശേഷം ചിലവഴിച്ചതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രിയെ കാണാനായി പോവുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഒപ്പം തന്നെ കോച്ച് രാഹുൽ ദ്രാവിഡും ചേർന്ന് ആ ലോക കിരീടം കൈമാറുന്ന ആ ഒരു അസുലഭ നിമിഷം, അത്രയും വർണ്ണാഭമായ നിമിഷം അത് നമ്മൾ കാണുകയും ചെയ്തു. അതിനുശേഷം എല്ലാ താരങ്ങളുമായി അദ്ദേഹം കുറച്ചു നേരം സംവദിച്ചു. പ്രഭാത ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് താരങ്ങൾ മടങ്ങുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വാങ്കഡയിലേക്കുള്ള യാത്ര, അതായത് മുംബൈ നഗരത്തിലേക്ക് താരങ്ങൾ എത്തിച്ചേരും. അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ളത്. ആ 2 കിലോമീറ്റർ ദൂരം അത് ആരാധകരെ സംബന്ധിച്ച് തടിച്ചുകൂടി നിൽക്കുകയാണ്, നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ചെയ്യും. റോഡിന്റെ ഇരുവശത്തും ഇപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രോഹിത്തിന്റെ ഫാൻസ് ഉണ്ട്, വിരാട് കോഹ്ലിയുടെ ഫാൻസ് ഉണ്ട്, എല്ലാ താരങ്ങളുടെയും ഫാൻസ് അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപക്ഷേ ആ 2ാം ലോക കിരീടം, T20 ലോക കിരീടം നമുക്ക് നഷ്ടമാകുമെന്നൊരു ഘട്ടത്തിൽ തോന്നിപ്പിച്ചെടുത്ത് നിന്നുകൊണ്ടാണ് പിന്നീട് അത് പൊരുതി ഇന്ത്യൻ ടീം നമുക്ക് അത് സമ്മാനിക്കുകയും ചെയ്ത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ 2ാമതൊരു T20 കിരീടം കൂടി നമുക്ക് സ്വന്തമാകുന്നുണ്ട്. ആ സമയത്ത്, അതായത് 15ാം ഓവറിലെ അക്ഷർ പട്ടേലിന്റെ ആ ഓവറിൽ ഒരുപക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അനായാസ വിജയത്തിലേക്ക് നമ്മൾ കടക്കുമെന്ന് തോന്നിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ വലിയ വെല്ലുവിളി ഉയർത്താൻ ഹെൻറിച്ച് ക്ലാസൻ എന്ന അവരുടെ ലോകോത്തര താരത്തെ കൊണ്ട് സാധിച്ചു. ആ ഓവറിൽ എല്ലാം
നമ്മളുടെ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയെടുത്തു എന്നാണ് പിന്നീട് നായകൻ നമ്മുടെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയെ പന്തേൽപ്പിക്കുന്നു. ആ ഓവർ തൊട്ട് ഇങ്ങോട്ട് പിന്നീട് നമുക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അത്രയും രീതിയിൽ നെഞ്ചിടിപ്പോട് കണ്ടിട്ടുള്ള ഒരു മത്സരം സ്വാഭാവികമായി ഇതിനു മുമ്പ് 2007 T20 ലോകകപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇത്രയും നെഞ്ചിടിപ്പോട് കൂടി ഇത്രയും ആശങ്കയോട് കണ്ടിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകില്ല. 2007 അന്ന് ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ സമയത്തൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മത്സരങ്ങളൊക്കെ കാണുകയും ചെയ്ത്. അത്തരത്തിൽ വലിയ ആവേശമായിരുന്നു. നാട് മുഴുവൻ ഒന്നടങ്കം ഇത്തരത്തിൽ ആദ്യ പ്രഥമ T20 ലോകകപ്പ് നേടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെയും ഒപ്പം തന്നെ സംഘത്തെയും വരവേക്കുന്നത്. അത് നമ്മൾ മലയാളികളും നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ആ ഒരു കിരീടം ഏറ്റുവാങ്ങുകയും ചെയ്തത്. അത്തരത്തിൽ അന്ന് എസ് ശ്രീശാന്തിന്റെ ഒരു സാന്നിധ്യം മലയാളികൾക്കിടയിൽ നിന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ ഇപ്പോൾ സഞ്ജു സാംസന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അന്നൊക്കെ ശ്രീശാന്തിന് മത്സരത്തിൽ കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ പോലും തന്നെ ഇന്നത്തെ ഈ ഒരു T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു സന്നാഹ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇടം പിടിക്കാൻ സാധിച്ചു. എങ്കിൽ പോലും തന്നെ അതിന്റെ മാറ്റ് കുറയുന്നില്ല. ഒരു മലയാളി ഉണ്ട് എങ്കിൽ ഞങ്ങൾ ലോക കിരീടം നേടുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലാണ്. ആ ഒരു റെക്കോർഡ് തകർക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അത്തരത്തിൽ ആ രീതിയിലാണ് നമുക്ക് പിന്നീട് കപ്പെടുത്തപ്പോഴൊക്കെ മനസ്സിലാവുകയും ചെയ്തത്. എന്തായാലും താരങ്ങളുടെ ഒരു പ്രകടനം, ജസ്പ്രീത് ബുംറ, ഒപ്പം തന്നെ ഹർഷദീപ് സിംഗ്, ഹർദിക് പാണ്ഡ്യ, ഈ 3 ഫാസ്റ്റ് ബോളറുടെ ഒരു മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ് അന്ന് നമുക്ക് കപ്പ് നേടാൻ സാധിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ആ നിർണായകമായ ക്യാച്ച് അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ് ആ ഒരു ഫുൾ ടോസ്, ഒരു പക്ഷേ ഡേവിഡ് മില്ലർ അവരുടെ വിശ്വസ്തനായ ബാറ്റ്സ്മാൻ കൂടിയാണ്. അദ്ദേഹം നിർണായക മത്സരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ തിളങ്ങിയിട്ടുള്ള, എതിരാളികളെ പോലും വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു തകർപ്പൻ ഹിറ്റുകൾ അടിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു ഡേവിഡ് മില്ലർ. അദ്ദേഹത്തിന്റെ ആ വിക്കറ്റ് അത് ഒരു പക്ഷേ അനായാസ ഒരു ക്യാച്ചാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിച്ചില്ല. അത് തന്നെയാണ് സ്കൈ ആകാശത്തൂടെ പറന്ന് ആ ഒരു ക്യാച്ച് എടുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതൊരു പക്ഷേ 6 ആവുമോ എന്ന് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ ഒരിക്കലും അതാവല്ലേ എന്ന് പ്രാർത്ഥിച്ച 140 കോടി ജനങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അത് നമുക്ക് അനുകൂലമായി മാറുന്നു. അത്തരത്തിൽ സ്കൈയുടെ ആ ഒരു ക്യാച്ച് തന്നെയാണ് നമുക്ക് വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ മേൽക്കൈ നേടാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ താരങ്ങൾ ഒത്തിണക്കത്തോടു കൂടി കളിച്ച ഒരു മത്സരം, ഫൈനൽ മത്സരം, ഒരു ആവേശ പോരാട്ടം, ഇത്രയധികം നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ ഇത്രയധികം നെഞ്ചിരിപ്പുണ്ടാക്കിയ ഒരു മത്സരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം. ഒപ്പം തന്നെ വിരാട് കോഹ്ലിയെ നമുക്കറിയാം. വിരാട് കോഹ്ലി IPL വലിയ രീതിയിൽ തകർത്തടിച്ച, വലിയ രീതിയിൽ ഫോമായിരുന്ന ഒരു മുന്നേറ്റ നിരയിൽ തന്നെ ഇറങ്ങി, ഓപ്പണിംഗ് ഇറങ്ങി തന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ താരം കൂടിയായിരുന്നു. അദ്ദേഹം മികച്ച രീതിയിൽ ഫോമിലായിരുന്നു. പക്ഷേ ഈ ഒരു T20 ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ ആദ്യ മത്സരങ്ങളിലൊന്നും തന്നെ, ഈ ടൂർണമെന്റിലുടനീളം ഫൈനൽ ഒഴികെ മറ്റ് മത്സരങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ ഫൈനലിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിയപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സൂചന നൽകി. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം. 76 റൺസ് അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ നിർണായകമായി മാറിയത്. ഈ മത്സരത്തിലെ നെടുന്തൂണായി മാറിയ ഒരു സ്കോർ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു സൈഡിലുണ്ട് എങ്കിൽ അത് മറ്റു താരങ്ങൾക്കും കൂടുതൽ ഊർജ്ജം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മുൻ മത്സരങ്ങളിൽ നിറം മങ്ങിയ ശിവൻ ദുബെ അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ പിന്നീട് വലിയ രീതിയിൽ ഹിറ്റ് ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ അവർ കൂടി ഫോമിലേക്ക് വരികയും ചെയ്തു. അത്തരത്തിൽ മത്സരം മുഴുവൻ അനുകൂലമായി മാറുന്നതാണ് നമുക്ക് കണ്ടത്. ഇടയ്ക്ക് വെച്ച തുടക്കത്തിലെ വലിയ ഗംഭീരമായ തുടക്കം ലഭിച്ചുവെങ്കിൽ പോലും തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി ഒരു ആവേശ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോകുന്നത് നമ്മൾ കണ്ടു. അത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഇടുത്തി വീഴുന്ന പോലെ ആയിരുന്നുവെങ്കിൽ പോലും തന്നെ പിന്നീട് എത്തിയ പന്തിനും കാര്യമായ സംഭാവന നടത്താൻ സാധിച്ചില്ല. സൂര്യകുമാറും വന്നപാടെ തന്നെ മടങ്ങുന്നത് കാണുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള അക്ഷർ പട്ടേലിന് സ്ഥാനം കയറ്റം നൽകാനുള്ള നായകൻ രോഹിത് ശർമ്മ ആ ഒരു തീരുമാനം, ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനിലൂടെ മാത്രമേ ഇനി സ്കോറിംഗ് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തൽ അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു.